ഞാൻ പോകട്ടപ്പാ. പോക എവിടെ പണി? സൈറ്റ് വർക്കാപ്പാ. നോക്കി കണ്ടൊക്കെ പോണട്ടോ. ആയിക്കോട്ടെ, ശ്രദ്ധിച്ചോണ്ടി പോണട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വാലൈക്കും അസ്സലാം. വരും കയറിയിരിക്കും. ഇല്ല മാനാക്ക, കേറാൻ നിക്കണില്ല. കയറി എന്തായാലും വെള്ളം കുടിച്ചേനി. ഇല്ല, വെള്ളം കുടിച്ചാൽ നിക്കണില്ല. കുട്ടിമാനെ ഇജ്ജ് വന്ന കാര്യം പറഞ്ഞു. മാനക്ക, ഞങ്ങളിപ്പോ വന്നതേ നമ്മളെ സൈദാലാക്കാന്റെ കുട്ടികളെ കല്യാണത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മള് നാട്ടുകാരൊക്കെ പാട് കൂടിയിട്ടാണ് പോയിട്ടാണ് കെട്ടിച്ചത്. അതിനകത്ത് വേറെ ആരും ഇല്ല. അപ്പൊ അതിനെന്തെങ്കിലും സംഭാവനക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് ഞങ്ങൾ. ആരെ കൊണ്ട് നിർബന്ധിക്കണില്ല, ഇല്ലത് തരാം. നല്ലൊരു കാര്യമാണ് മക്കളെ ഞങ്ങൾ ചെയ്യണത്. ഇതൊക്കെ പടച്ചോൻ ഭാഗത്തുനിന്ന് നല്ല കൂലിട്ടുന്ന കാര്യമാണ്. പാവപ്പെട്ട കുട്ടികളെ കല്യാണല്ലേ, അതിനൊക്കെ തന്നെയല്ലേ ഇപ്പൊ നമ്മൾ കൊടുക്കേണ്ടത്. തോനെ തരണമെന്നൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ കജ്ജിലിപ്പോ ഇതൊക്കെ തന്നെ ഉള്ളു. ഇതാണ്ട് എഴുതിക്കോളി. അല്ല മാനാക്ക, ചെറുക്കനെ കൂടെ കല്യാണം ഉണ്ടാക്കണ്ടേ? ഓനിപ്പോ എത്ര വയസ്സായി? അതൊക്കെ അതിന്റെ സമയമാകുമ്പോൾ നടക്കുവേ. മാനക്ക, ഞങ്ങൾ പോകണം. വാലൈക്കും അസ്സലാം. പിന്നെ പോകല്ലേ, ഒരു മിനിറ്റ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് രണ്ടാളോടും. ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ എന്റെ ചെറുക്കന്റെ കല്യാണം എന്തായിന്ന്? നിങ്ങളതിനെ പറ്റി ചോദിച്ചോണ്ട് എനിക്ക് നിങ്ങളോട് പറയണം തോന്നി. നിങ്ങളിപ്പോ പെൺകുട്ടികളെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതല്ലേ, നല്ല കാര്യം. അതേപോലെ പരിഗണിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പത്തെ കാലം അറിയില്ലേ, നമ്മളെ നാട്ടില് കല്യാണപ്രായമായിട്ടും പെണ്ണെട്ടാൻ കജ്ജാതെ നിൽക്കണ കുറേ ആൺകുട്ടികളെ എനിക്കറിയാം. കാരണം എന്താ നിങ്ങൾക്കറിയില്ലേ, ഇപ്പത്തെ കാലത്ത് ഒരു ചെറുക്കന് കല്യാണം ശരിയായി കഴിഞ്ഞത് ഒരു മുട്ടായി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഉറുപ്പ്യമാണ് മാത്രം. ഇപ്പൊ ഡ്രസ്സ്, അതേപോലെ കല്യാണത്തിന്റെ ചെലവ്, ഇപ്പൊ കൊടുക്കല് നിർബന്ധമായ മഹറന്നെ വാങ്ങാൻ കഴിയാത്ത പച്ച പാവങ്ങളാണ് ഇറ്റങ്ങൾ. എന്നാലോ ഈ ആൺകുട്ടികളെ കല്യാണത്തിന് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കോ? അതുമില്ല. അപ്പൊ നിങ്ങളോട് പറയാല്ലതേ, നിങ്ങളിപ്പോ പെൺകുട്ടികളെ കാര്യത്തിൽ ഇറങ്ങിയാലോ അതേപോലെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ആൺകുട്ടികളെ കാര്യം. ഇപ്പത്തെ കാലത്ത് ഞാൻ ഇഞ്ച കുട്ടിന്റെ കാര്യമല്ല കേട്ടോ പറയണത്, ഞാൻ നമ്മളെ നാട്ടിലത്തെ കുട്ടികളെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞാണ്. കാക്ക, നിങ്ങൾ പറഞ്ഞ കാര്യം പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമ്മള് നോക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നാസറേ, മൂപ്പര് സംസാരിച്ചത് ഒരു യഥാർത്ഥാണ് കേട്ടോ. ഇന്നത്തെ നാടിന്റെ അവസ്ഥ അനുസരിച്ച് അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളാരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് ഈ ആൺകുട്ടികളെ കാര്യം. കറക്റ്റാണ്. അത് നമുക്കൊന്ന് ചർച്ച ചെയ്യണം.